കുറ്റം ആര് ചെയ്താലും അത് മറന്നീക്കി പുറത്തു വരുമെന്നതിൻ്റെ തെളിവാണ് കൊല്ലം ചിതറയിലെ ഒരു സംഭവം. ചിതറയിലെ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ പ്രതിയുടെ വീട്ടിൽ നിന്നും മൊബൈൽ ഫോണും സ്വർണവും കവർന്നത് എക്സൈസിന് നാണക്കേടുണ്ടാക്കിയിരുന്നു. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനാൽ പരാതിക്കാരൻ കോടതിയെ സമീപിച്ചു. ഇതേ തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം സിവിൽ എക്സൈസ് ഓഫീസർ ഷൈജുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരു വാറ്റ് കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ പിടികൂടാനെത്തിയപ്പോഴായിരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥന്റെ കവർച്ച. ചടയമംഗലം എക്സൈസ് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ ഷൈജു ആണ് അറസ്റ്റിലായത്. ഇയാൾ ഇളമ്പഴന്നൂർ സ്വദേശിയാണ്. 2023 ഡിസംബർ 1 രാത്രി ചിതറ മാങ്കോട് തെറ്റിമുക്കിൽ അൻസാരി ചാരായം വാറ്റ് നടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘമെത്തി വാറ്റ് ഉപകരണങ്ങൾ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുക്കുകയും അൻസാരിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഭാര്യയുമായി പിണക്കത്തിലായ അൻസാരി വീട്ടിൽ തനിച്ചായിരുന്നു താമസം. അൻസാരി 42 ദിവസം റിമാൻഡിൽ കഴിഞ്ഞ ശേഷം ജാമ്യത്തിലിറങ്ങി വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. കിടപ്പുമുറിയിലെ മെത്തയുടെ അടിയിൽ സൂക്ഷിച്ചിരുന്ന 5 പവൻ സ്വർണമാലയും 10 ഗ്രാം തൂക്കം വരുന്ന ലോക്കറ്റും ഒരു ടോർച്ചും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടതായി പരിശോധനയിൽ മനസ്സിലായി. അൻസാരി അന്ന് തന്നെ ചിതറ പോലീസിൽ പരാതി നൽകി. എന്നാൽ ചിതറ പോലീസ് പരാതി ശരിയായ രീതിയിൽ അന്വേഷിച്ചില്ല. കൊട്ടാരക്കര റൂറൽ എസ്.പിക്ക് പരാതി നൽകിയതോടെ FIR രജിസ്റ്റർ ചെയ്തെങ്കിലും കുറ്റക്കാരെ കണ്ടെത്താനായില്ല. തുടർന്ന് പരാതിക്കാരൻ കടയ്ക്കൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ CMP ഫയൽ ചെയ്യുകയായിരുന്നു. പോലീസിനോട് കേസ് അന്വേഷണ റിപ്പോർട്ട് വെള്ളിയാഴ്ച ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അൻസാരിയുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണാണ് എക്സൈസ് ഉദ്യോഗസ്ഥൻ ഷൈജു കൈവശം വെച്ച് ഉപയോഗിച്ചു വന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതോടെയാണ് ഷൈജുവിനെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തത്. നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. News 18 കൊട്ടാരക്കര.